ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് പോകണമെന്നല്ലേ. അപ്പോൾ നമ്മൾ വിജീനെ എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ, എടക്കുളത്തൂർക്ക് പോവാണ്. അപ്പോൾ വിജി ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിജിയുടെ എന്താ പറയുക 7ാം മാസം കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങ് ഇതൊന്നും ഞങ്ങൾ നടത്തണില്ല. അപ്പോൾ നിസ്സാരമായിട്ട് ചെറിയൊരു പരിപാടി നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ട് നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം കർക്കിടകത്തിൽ വലിയ എന്താ പറയുക ഇങ്ങനെ ചടങ്ങൊന്നും നടത്തില്ല എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊന്നും നടത്തണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അച്ഛനമ്മയ്ക്കൊരു ആഗ്രഹം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും പിന്നെ കുട്ടൂൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ചെറിയ രീതിയിൽ ചെറിയൊരു പരിപാടി നടത്തണം അച്ഛനമ്മയ്ക്കും ഒരു ആഗ്രഹം. നമ്മുടെ കുഞ്ഞുവാ വരാൻ പോവാണല്ലോ. അപ്പോൾ അതിന് മുമ്പ് വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി വിജിക്ക് ഈ റൂമിലാണ് കിടക്കേണ്ടത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റൂം ഡെക്കറേറ്റ് ചെയ്യണതും അങ്ങനെ കൂടുതൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വിജിയുടെ ചാനലിൽ കാണാം അവളിടുമ്പോൾ. അപ്പോൾ നമ്മളിതേ ചിക്കൻ കറി വെക്കാൻ പോകും. നമ്മളിപ്പോൾ എവിടെ ഇരിക്കണം എന്നറിയോ? എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു റൂമിൻ്റെ സ്പേസാണ്. അപ്പോൾ ഇവിടെ ഒരു അലമാര ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ടിക്ടോക്ക് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ട് കുട്ടി? ഇവിടേക്ക് ഇരുന്ന് ടിക്ടോക്ക് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാലേ ഇല്ല, അതൊക്കെ എൻ്റെ അച്ഛൻ്റെ ഒരു സെറ്റപ്പുകളാണ്. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ അലമാരിക്ക് പിന്നിൽ വേറൊരു കഥയുണ്ട്. കറണ്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലേ, അപ്പോൾ നമ്മൾ വിജിക്ക് 7ാം മാസമായിട്ട് നമ്മൾ വിജീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നടക്കുന്ന ചടങ്ങ് പോലെയൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും പരിപാടി നടത്തണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിപാടി നടത്താലോ എന്നുള്ള ഇതിലെ പ്ലാനിലാണ്. പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയാണ് എന്നെ അങ്ങനെ ഡമ്മിക്ക് നിർത്തി കൊടുക്കുക. എൻ്റെ ഒരു ആവശ്യമില്ല അതിനെ പറ്റി പറയാറിയ കാരണം ഞാൻ ഉണ്ടാക്കണതാ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാധാരണ അവിടെ നിന്ന് എന്താ പറയുക സാരി കൊടുത്ത് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ചടങ്ങുകളൊക്കെ അപ്പോൾ ഞാനും എനിക്ക് അങ്ങനത്തെ ചടങ്ങ് ഉണ്ടായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ ടൈമായിരുന്നു. കൊറോണ ടൈം ആയ കാരണം കൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. നല്ല സീനുള്ള ടൈമായിരുന്നു. അത് കാരണം കൊണ്ട് ചടങ്ങൊന്നും നടത്തിയില്ല. അപ്പോൾ സേഫ്റ്റി മുഖ്യം. അപ്പോൾ അത് കാരണം അപ്പോൾ അത് ഷൂവേ ഇപ്പോൾ വിജിയുടെ ഇതായാലും ഇപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ടുള്ള കുറേ പരിപാടികളൊന്നുമില്ല. ചെറിയ രീതിയിൽ കുറച്ച് പേരെ വിളിച്ചിട്ട് ചെറിയൊരു പരിപാടി നമ്മൾ ഒരു ദിവസം നടത്താൻ മാത്രം വിളിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല കണക്ഷനുള്ള ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് നമ്മൾ പരിപാടി നടത്താമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ ഇവിടെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വിജിയുടെ വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ഇവിടെ ഇപ്പം എന്നും ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഇല്ല. അത് കാരണം കൂടെ തന്നെ എല്ലാം കാണിക്കാൻ പറ്റില്ല. ഇപ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല കേട്ടാ. പക്ഷെ കഴിഞ്ഞ വട്ടം ആഗസ്റ്റിലാണ് ഇവിടെ വെള്ളം കയറിയത്. ഇവിടെയൊക്കെ വെള്ളമായിരുന്നു കേട്ടാ. ഇപ്രാവശ്യം എന്താ കയറാത്തത് ചോദിച്ചത്. അപ്പൊ കഴിഞ്ഞ വട്ടത്തെ അത്ര മഴ ഇപ്പൊ പെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇവിടെ മീൻ വളർത്താട്ടെ ശരിക്കും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മുകളിലേക്ക് കയറാമെന്നുള്ള പ്ലാനിലായിരുന്നു. ആദ്യമേ ഞാനും കുട്ടും വന്നു. പിന്നാലത്തെ ശിവും വിജിയും കൂടി കയറി വന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇരുന്നിട്ട് എന്താ ആരൊക്കെ പേരുകൾ ആരൊക്കെ വിളിക്കാനുണ്ട് അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഫുഡ് ഇതൊക്കെ ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ, എന്ത് ഫുഡ് വേണം, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ മുകളിൽ വന്നതാണ്. ഞങ്ങൾ മിക്കപ്പോഴും ഞങ്ങളുടെ ചർച്ചകൾ മൊത്തം മുകളിലാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് മുകളിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ അച്ഛനും മോളും കൂടിയിട്ട് കിടക്കാനുണ്ട്. അപ്പോൾ അച്ഛൻ കയറി വന്നിട്ടില്ലേ, അപ്പോഴേക്കും ഇതേ അച്ഛനും മോളും വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതേ അതിൻ്റെ ഇടയിൽ വിജിക്ക് ഫുഡ് കൊണ്ടുവന്ന് കൂടി ചിക്കനും ബ്രെഡും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ഞങ്ങളിതേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വിജി വന്നു കഴിഞ്ഞാൽ ശിവുവിന് ഭയങ്കര വിഷമമാണ് കേട്ടോ വിജിയുടെ അടുത്ത് പോരുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ശിവുവിനെ ഡാൻസിന് ചേർത്തിട്ടോ. അപ്പോൾ സ്കൂളിൽ പ്രോഗ്രാംസൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഡാൻസിന് ചേർത്തി. അപ്പോൾ അത് കഴിഞ്ഞ് ഫോക്ക് ഡാൻസിനാണ് ചേർത്തിയത്. അതിന് ശേഷമാണ് നമ്മൾ ഭരതനാട്യം പഠിക്കാൻ വിടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡാൻസ് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ
നീ അവരോട് ഇല്ലാണ്ട് പറഞ്ഞ അവർക്ക് ഇങ്ങനെ മനസ്സിലാവും. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ പോണെന്ന് കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിവുവിന്റെ ലൈഫിൽ തന്നെ വലിയൊരു നല്ലൊരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ പോവാണ്. നാലാമത്തെ വയസ്സിൽ 4-4.5 വയസ്സായിട്ടോ. 5-6 വയസ്സ്. അപ്പൊ ഷിവുവിനെ ഇപ്പൊ വീഡിയോ കോൾ ചെയ്തിട്ടോ അവളാണെങ്കിൽ ചെലപ്പോ പറഞ്ഞോണ്ടിരിക്ക. ഗായ്സ്, അപ്പോ എൻ്റെ ചീത്തക്കെട്ട കാരണം കൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാ. അപ്പൊ നമ്മള് നമ്മുടെ തൃശ്ശിവയുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നമ്മള് സ്കൂളില് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങാറാവാൻ പോവാണ്. അപ്പോൾ എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടെങ്കിൽ പഠിപ്പിച്ചു തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് ഫോക്ക് ഡാൻസ് പഠിപ്പിക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ പഠിപ്പിച്ച് നോക്കിയപ്പോഴും നല്ല രസമായിട്ട് കളിക്കുന്നുണ്ട്. കുണുങ്ങിയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ കുണുങ്ങിയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കളിപ്പിച്ച് നോക്കിയപ്പോ അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ശിവുനെ ടീച്ചറോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡാൻസ് ടീച്ചറോടൊക്കെ പറഞ്ഞിട്ട് ശിവുനെ ഫോക്ക് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇത് ചേർത്താൻ പോവാണ്. അടയ്ക്കറിയില്ലടോ. അപ്പൊ ഫോക്ക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശിവുനെ അങ്ങനെ തന്നെ ഭരതനാട്യം പഠിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ശിവു ഇങ്ങനെ ഒരു ഡാൻസർ ആവാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് സെമി ക്ലാസിക്കലും ഞാൻ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഡാൻസ് ഒന്നും കളിക്കാറുമില്ല, ഒന്നും ചെയ്യാറില്ല അല്ലേ. എന്തൊരു വഴക്കം വരുന്നില്ല എന്താവോ. അപ്പൊ ഗൈസ് നമ്മളിതേ ചേർത്താൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും നമുക്ക് വെറ്റില് കിട്ടി, പക്ഷെ അടക്കി കിട്ടിയിട്ടില്ല. നല്ല അഭിനയം ഇവിടെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് ശിവു. വയ്യ, പുച്ഛം ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശിവു നോക്കടോ, ഇത്ര നേരം മനഃപൂർവ്വം ആയത് ഓഫാക്കി കഴിഞ്ഞാൽ വേറെ വർത്താനം കേൾക്കാം. എന്താ നോക്ക്. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള്. അപ്പൊ എന്തായാലും നമുക്ക് ഡാൻസ് ക്ലാസ് കാണിച്ചു തരാം. ദക്ഷിണ വെക്കേണ്ട അടക്കിയും വെറ്റിലും ശരിയായിട്ട് കേട്ടോ. എല്ലാ കടയിലും ഞാൻ കയറി ചോദിച്ചപ്പോഴും ഇത് കുറവാ. കാരണം ഇപ്പൊ എല്ലാവരും മുറുക്കണ കാരണം നീറ്റ് അടയ്ക്കാന്ന് പറഞ്ഞൊരു സാധനമുള്ളൂ, വെള്ളത്തിലിട്ടിട്ട് മറ്റേ തൊലി കറുത്ത സാധനം. അപ്പൊ അത് പറ്റില്ലാത്ത കാരണം ഞാനിവിടെ കൈപ്പറമ്പുള്ള ഒരു കടയിൽ പോയിട്ട് മേടിച്ചു. അങ്ങനെ ശിവനുള്ള ഒരു ബുക്കും പാനും മേടിച്ചിട്ടുണ്ട്, വെറ്റില അടക്കി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ബാക്കിലിരിക്കണ ചൂരില്. അത് എന്നാ ഞാൻ പഠിപ്പിക്കും ഞാൻ. നീ ഇനി ഫോൺ അങ്ങനെ ചോദിച്ചാ പടിയാ ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് അടിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ എത്തിയിട്ടാ. അപ്പോൾ ഡാൻസ് പഠിക്കും. ഞാൻ അവിടെ ഫസ്റ്റിൽ ഞാൻ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ചെന്നു, ശിവ ദക്ഷിണ കൊടുത്തു. ഇതുവരെ എല്ലാം ഓക്കെയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ദക്ഷിണ കൊടുത്ത് ഞാൻ പറഞ്ഞു കാലിൽ കുമ്പിട്ട് നമസ്കരിക്കുമെന്ന് പറഞ്ഞ വഴിക്ക് ആൾ സമ്മതിക്കണില്ല. ഞാൻ താഴത്തില്ലടാന്ന്. അങ്ങനെ ആൾ സമ്മതിക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേ പറഞ്ഞു. പക്ഷെ ആളിപ്പോൾ ഓക്കെയാണ് കേട്ടോ. ഇപ്പോൾ ആൾ പറഞ്ഞ് ഞാൻ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഭരതനാട്യത്തിന് ദക്ഷിണ വെക്കണതും ഞാൻ കാണിച്ചു കൊടുത്ത ആൾ ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ ഇതേ വലിയൊരു അംഗമേട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശിവൻ്റെ ഡാൻസ് ടീച്ചർ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മൈക്കിൾ ജാക്സൻ്റെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ ചെയ്ത് മൈക്കിൾ ജാക്സൻ്റെ പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അതേ ആൾ കളിക്കാനൊക്കെ തുടങ്ങി. ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആൾ പറഞ്ഞു ഞാനങ്ങനെ എടുക്കില്ല, കുമ്പിട്ടെടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വീട്ടിലൊക്കെ ചെന്ന് ഞാനിതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആൾ പിന്നെ അമ്മ ഞാൻ ചെയ്യാൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല, സോറി അമ്മ എന്നൊക്കെ പറഞ്ഞ ആൾ ഓക്കെ ആയിട്ടാണ്. കൊച്ചുകുട്ടിയല്ലേ അറിയില്ലല്ലോ. അപ്പോൾ അതേ ശിവദേ സ്റ്റെപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ചിരിച്ച് മടുത്തു. പക്ഷേ ഞങ്ങൾക്ക് ശിവന് മുന്നിൽ നിന്ന് ചിരിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ അവളെ കളിയാക്കാണോ എന്ന് തോന്നും അവൾ ഡാൻസ് കളിക്കുമ്പോൾ. പക്ഷെ അതല്ല കാര്യം. മൈക്കിൾ ജാക്സൻ്റെ പാട്ടിന് ഡാൻസ് കളിക്കുമെന്ന് പറയുമ്പോഴേക്കും അവൾ ഓടിച്ചാടി ഇത് ഡാൻസ് കളിക്കാൻ പോയി. അതായിരുന്നു ഞങ്ങൾക്കൊരു ചിരി വരാനുണ്ടായിരുന്ന കാര്യം. ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടികളിലോട്ട് ശിവനെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം ആ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു സമാധാനമാണ്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് ശിവ പോയി തുടങ്ങിയിട്ട് അപ്പോൾ ഒന്ന് ഓക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ സെറ്റായി വരുമല്ലോ, അവരായിട്ട് സെറ്റായി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൈപ്പറമ്പോ കേച്ചിരി ആ ഭാഗത്തൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൈപ്പറമ്പ് സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ അവർ ഡാൻസ് ക്ലാസ്. അപ്പോൾ പിള്ളേരായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ കൊണ്ടാക്കി അപ്പോൾ ശിവനെ നമസ്കരിക്കാനൊക്കെ പഠിപ്പിച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ഓക്കെയാണ്, ശിവ അവിടെ ഓക്കെ ആയി. ഫസ്റ്റിൽ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നം, അങ്ങനെ ശിവ ഓക്കെ ആയി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ശിവുവിനെ ആക്കിയിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്കൊക്കെ വന്നു. പിന്നെ കുറേ നേരം കിടന്നുറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ നമ്മൾ കൊറിയറൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട്. കൊറിയർ എന്ന് വെച്ചാൽ എൻ്റെ മെറ്റീരിയൽ എത്തിയിട്ടുണ്ട്. ഓണത്തിനുള്ള കുട്ടികളുടെ സ്കേർട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ എത്തിയിട്ടുണ്ട്. പിന്നെ നല്ല മഴയാണ് കേട്ടോ. മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കായിരുന്നു ഗൈസ്. അപ്പോൾ കുട്ടുവിൻ്റെ അമ്മ കുറച്ച് നെയ്ച്ചോറും ചിക്കനും ഒക്കെ തന്നയച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളത് കഴിക്കാൻ പോവാണ് കേട്ടോ. കണ്ട എന്താ കഴിച്ചാലോ. അപ്പോൾ നമ്മളെന്തായാലും അത് കഴിക്കട്ടെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. നല്ല മഴയുണ്ട്, പക്ഷെ നമ്മളത് കാര്യമാക്കില്ല. നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ക്രീം വാങ്ങിക്കാനാണ്. അപ്പോൾ നമ്മൾ പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിജിയുടെ പരിപാടി വളക്കാപ്പ്. അച്ഛൻ്റെ അമ്മയ്ക്കൊരു ആഗ്രഹം, ചെറിയ രീതിയിൽ പരിപാടി എന്തെങ്കിലും നടത്തണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കുറച്ച് ഫുഡ് കൊടുത്ത് നമ്മൾ ചെറുതായിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ ആർഭാടമൊന്നുമില്ല. നമ്മളുടെ അടുത്ത കുറച്ച് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും മാത്രം വെച്ചിട്ടുള്ള ചെറിയൊരു പരിപാടി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലും കൂടിയാണ് നമ്മളിപ്പോൾ. അപ്പോൾ വീട്ടിലാണെങ്കിൽ ചെറിയ രീതിയിൽ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അവിടെ അച്ഛൻ. അപ്പോൾ നമ്മളെന്തായാലും പുറത്തേക്ക് ഇന്ന് പോകുന്നുണ്ട്. പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട്, എന്തായിരിക്കും അറിയില്ല. പക്ഷെ അമ്മ പറഞ്ഞു ഇന്ന് പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും നോക്കി നോക്കാം ഇന്ന് എന്തായിരിക്കും എന്നൊന്നും അറിയില്ല. ഇവിടെ കൊതി വന്നിട്ട് 2 മൂത്രമൊഴിക്കും. മുട്ടി ഇങ്ങനെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കും. പോയി മൂത്രമൊഴിക്കും ശിവ. നമ്മളത് നെയ്ച്ചോറും ചിക്കനും സർലാസൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കാൻ പോകണത്. കഴിച്ചുകൊണ്ടിരിക്കുക ആൾ തുടങ്ങി. ഒരാൾ മൂത്രമൊഴിക്കാൻ പോയിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. ശിവ എവിടെ വന്നടാ മാമുച്ചിന്നവാ. എങ്കിലും പോവാൻ നിൽക്കുമ്പോൾ, കാര്യമായിട്ട് പോവാൻ നിൽക്കുമ്പോൾ വേറൊരാൾക്ക് അതിലും വലിയ തിരക്കാണ് ഇവിടെ. ആർക്കാന്ന് ഞാൻ പറയണ? ബാത്റൂമിൽ നിന്ന് എന്തെടുക്കുക? ബാത്റൂമിൽ നിന്ന് കപ്പ് എടുക്കുക. പിന്നെ എന്തൊക്കെയാ ചെയ്യണ ശിവ? അങ്ങനെ ഓരോ വക അക്രമങ്ങളാണ് ഇവിടെ. അങ്ങനെ നമ്മളിതേ ഇറങ്ങുക കേട്ടോ. കുട്ടിൻ്റെ കോസ്റ്റ്യൂം നോക്കട്ടെ, കൊള്ളാം, നൈസ്. ഇല്ലില്ല, റെയിൻകോട്ട് ഇട്ട് നിൽക്കണ പോലെ ഉണ്ട്. ഇതാണോ റെയിൻകോട്ട്? ഗേറ്റ് തുറന്നിട്ട് ഇവിടെ കണ്ട ഒരു പച്ചപ്പ് നിൽക്കണണ്ട, നല്ല രസമുള്ള പച്ചപ്പില്ലേ, മൊത്തം പച്ച കളറാണ്. അതും ലൈറ്റ് പച്ചയുണ്ട്, ലൈറ്റ് പച്ച കുറവാണ് ഇവിടെയാണ്. ഇവിടെ മറ്റേ ഡാർക്ക് പച്ച. ശിവുവിനെ കയറ്റിക്കോളൂ, ശിവുവിനെ കയറ്റണോ? ഇവിടെ എപ്പോഴും കളിയാ. ശിവ വരണ്ട, ഞാൻ അമ്മേച്ചനും പോവാട്ടെ. അങ്ങനെ നമ്മളിതിപ്പോൾ പോയോണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നമ്മുടെ ശിവുവിന് ഡ്രസ്സൊക്കെ മാറ്റി, എന്താ വെച്ച് കഴിഞ്ഞാൽ മേത്ത് അഴുക്കാക്കി, എന്നിട്ട് വേറെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയോണ്ടിരിക്കുന്നത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല ബ്ലോക്കാണ്. നമ്മുടെ തൃശ്ശൂർ പുഴയ്ക്കലത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഒടുക്കത്തെ ബ്ലോക്കാണ്. എന്നാലും ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള ബ്ലോക്ക് കിട്ടിയില്ല, ഭാഗ്യം കൊണ്ട്. നല്ലൊരു സമയമായിരുന്നു. പക്ഷേ ശോഭമോളുടെ അടുത്ത് എത്തിയപ്പോൾ ചെറിയ രീതിയിൽ നല്ല ബ്ലോക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങനെ പോകുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് യാതൊരുവിധ ഇതും നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഫുൾ ഡിസ്കഷനായിരുന്നു, എവിടെ പോയി എടുക്കണം, എന്തെടുക്കണം എന്നൊക്കെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു സാരി ഒന്നും വേണ്ട, അനാർക്കലി എന്തെങ്കിലും എടുക്കാമെന്ന്. പിന്നെ വീണ്ടും കൺഫ്യൂഷനായി. പിന്നെ അനാർക്കലി എടുക്കാം നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഇതേ നമ്മൾ ഇറങ്ങി.
നമ്മൾ അവൾക്കായി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ, അവിടെ പോയിട്ടാണ് എടുത്തത്. ഞാൻ ഒരു വെസ്റ്റേൺ വെയർ നമ്മുടെ ശിവുവിൻ്റെ ബർത്ത്ഡേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ടോപ്പ് ഉണ്ട്, അതൊക്കെ എടുത്തപ്പോൾ എനിക്ക് നല്ല കളക്ഷനായിട്ട് തോന്നി. പക്ഷേ കുർത്തികൾ ഈ അനാർക്കലി അതിലൊന്നും എനിക്ക് കളക്ഷൻ വലിയ കാര്യമായിട്ട് കിട്ടിയില്ല. പക്ഷെ ഞാൻ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, ഞാൻ ഒരെണ്ണം എടുത്തു. ഇത് വിജിക്ക് ഇഷ്ടപ്പെട്ടു യെല്ലോ. പക്ഷേ ഈ കഴുത്ത് ഇങ്ങനെ കയറി നിൽക്കുക, ലേസ് മറ്റേ ചെറിയ വർക്കൊക്കെ വരുന്നൊരു സുഖമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനതോടെ വെച്ചു. ഈ പിങ്ക് ഭംഗിയുണ്ട്, പക്ഷേ ആ വർക്ക് എനിക്ക് പിങ്ക് കളറ് ഭംഗിയുണ്ട്, പക്ഷേ എനിക്ക് എന്തോ ഒരു ഇത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത്യാവശ്യം വേറെ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എനിക്ക് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ മറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കിഷ്ടമില്ല. ഞാൻ പറഞ്ഞു തുറന്ന് നോക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സാരില്ല, മക്കൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ചേച്ചി, 2 ചേച്ചിമാരുണ്ടായിരുന്നു നൈറ്റ് പോയപ്പോൾ, നല്ല ചേച്ചിമാരായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു നോക്കിക്കോ, സമാധാനമായിട്ട് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരെണ്ണം എടുത്തു കേട്ടോ. പിന്നെ അത് വിജിക്ക് ടോപ്പ് എടുത്തു. കുറച്ച് സിമ്പിളായിട്ട് സമാധാനമായിട്ട് കിടക്കാൻ പറ്റിയ ഒരു ടോപ്പാണ് എടുത്തത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങി ഇറങ്ങി. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞതായിരിക്കും. അങ്ങനെ നമ്മളതൊക്കെ മേടിച്ച് നമ്മളത് വീണ്ടും ശിവുവിന് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ തന്നെ കിഡ്സ് വെയറും ഉണ്ട്. അപ്പോൾ ശിവുവിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കയറി നമ്മൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ തന്നെ നമ്മളത് എടുത്തു. എന്ന് വെച്ചാൽ നല്ലൊരു ഫ്രോക്കായിരുന്നു. കണ്ടു, ഞങ്ങൾ ഇട്ട് നോക്കിയിട്ട് പറയാലോ എന്ന് വിചാരിച്ചു, എങ്ങനെയുണ്ട് എന്നുള്ളത് ഇട്ട് നോക്കിയാലേ നമുക്ക് ഭംഗി അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഫ്രോക്ക് എടുത്തു. പക്ഷെ നമ്മൾ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അന്നത്തെ ദിവസത്തേക്ക് ഇടുക എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്നാലും നമ്മളൊരു ഷോപ്പിംഗ് കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുട്ടുവിനെ എടുക്കാൻ പോയി. നമ്മളെന്തായാലും അന്നത്തെ ദിവസം ഇട്ടു കൂട്ടാം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 999 മറ്റേ ഓഫർ ഉണ്ടല്ലോ കല്യാണിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓഫർ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ കുഴപ്പമില്ലാത്ത ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി എനിക്കൊന്നും എടുത്തിരുന്നില്ല. ശിവുവിനെടുത്തു, അമ്മയ്ക്കെടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് വിജിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി, അയ്യന്തോളം റെസ്റ്റോറൻറ്റ്, അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡല്ല കഴിച്ചത്, സൂപ്പായിരുന്നു കുടിച്ചത്, മറന്നുപോയി. സൂപ്പായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. ശിവുവിന് ഫ്രഞ്ച് ഫ്രൈസും ജ്യൂസാണ് പറഞ്ഞിട്ട്, വാട്ടർമെലൺ ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കുട്ടി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ മുൻപേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ അധികം ഫുഡൊന്നും കഴിക്കൽ കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഗൈസ്, നല്ല സെറ്റായിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും വയ്യായ, അത് ക്ഷീണം, ഇതൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തു സൂപ്പ് കുടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ സൂപ്പ് കുടിക്കാൻ കയറി. നല്ല സൂപ്പായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് കുട്ടുവിനെ കൂടി അമ്മ കഴിച്ചു. ഞങ്ങളങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക്. ഇനി അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന കവറുകളൊക്കെ എടുത്ത് നോക്കണം. ഞങ്ങൾക്കുള്ള കവർ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അതാണ് പരിപാടി. അപ്പോൾ അതേ ഡ്രോപ്സ് ഇല്ലേ, നമ്മുടെ സിറ്റി സെൻറ്ററിലുള്ള ഷോപ്പ് ഡ്രോപ്പ്, അവിടെ പോയിട്ട് വിജിക്ക് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ശിവുവിനൊരു ഫ്രോക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതൊരു ടോപ്പ് എടുത്തു. അപ്പോൾ വിജിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇടണം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് അവളത് എടുത്തു കേട്ടോ. പിന്നെ ഇത് ശിവുവിനെടുത്ത ഫ്രോക്കാണിത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശിവുവിന്. സിമ്പിളാണ്. അങ്ങനെ ഈ ഫ്രോക്ക് എടുത്തത് അവിടെ നിന്ന് അവൾക്കായി എന്നാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഈ വെസ്റ്റേൺ വെയറാണെന്ന് തോന്നുന്നു കുറച്ചധികം ഉണ്ടാവുക. ഈ ഫ്രോക്ക് ഐറ്റംസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ശിവൻ്റെ ബർത്ത്ഡേക്ക്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് വിജിയുടെയാണ് കേട്ടോ. വിജിയുടെ അല്ല, അമ്മയ്ക്ക് കല്യാൺ 99 എടുത്തതാണ് ടോപ്പ്. ഒരു കോട്ട് സെറ്റാണ് എടുത്തത്. പിന്നെ അച്ഛനൊരു ഷർട്ട് എടുത്തു. ഈ ഷർട്ട് ഞങ്ങൾ പോയി മാറ്റിയിട്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാഫ് സ്ലീവാണ്, അച്ഛൻ ഫുൾ സ്ലീവ് ഇടുള്ളൂ. അപ്പോൾ ഞാനും കൂട്ടും പിറ്റേ ദിവസം പോയി മാറ്റി. ഇതൊക്കെ 99 എടുത്തതാണ്, ശിവുവിന് എടുത്തതാണ്. പിന്നെ ഒരു പലാസോ എടുത്തിട്ടുണ്ടായിരുന്നു 99 തന്നെ. പിന്നെ ഇത് വിജിക്ക് എടുത്തിട്ടുള്ളൊരു ടോപ്പായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് എടുക്കാൻ പോയിട്ട് മൊത്തം വിജിക്കാണ് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ശിവുവിന് മേടിച്ചിട്ടുള്ളൊരു പലാസയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിനൊരു വൈറ്റ് ടീഷർട്ട് ഞങ്ങൾ എക്സ്ട്രാ വേറെ കടയിൽ നിന്ന് മേടിച്ചു. പിന്നെ ഇത് ഇങ്ങനൊരു ഹെയർ ബണ്ണും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് കല്യാൺ 99 മേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുട്ടുവിൻ്റെ ഷർട്ടാണ് കേട്ടോ ഇത്. ഈ കുട്ടു ഒന്നും മാറ്റിയിട്ടില്ല. കുട്ടു തന്നെയാണ് ഇടുന്നത്. കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്, അതൊന്ന് പൊടിക്ക് ടൈറ്റാക്കാം. അത് ടൈറ്റല്ല, പൊടിക്ക് ഒന്ന് വെട്ടിക്കളഞ്ഞൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അതാണ് ആ ഷർട്ടിനുള്ള പണി. അല്ലാണ്ട് നല്ല ഷർട്ടാണ്. ഞങ്ങളെപ്പോഴും ബൂഗിമെന്നാണ് എടുക്കാറ്, അവിടെ തന്നെയാണ് അത് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞതേ അത് വിജിക്കടുത്ത് മേടിച്ച ടോപ്പാണ്.
അപ്പോൾ വിജിക്ക് ഇതിപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ മൊത്തം വിജിക്കാണ് എടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറ് വന്നതിന് ശേഷം എല്ലാവർക്കും പാകാവണില്ല. അപ്പോൾ ഇത് അമ്മയ്ക്ക് എടുത്ത ഒരു കോട്ട് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോക്കി അവൾക്കായി തന്നെ എടുത്തിട്ടുള്ള കോട്ട് സെറ്റാണ്, നല്ലതാണ് കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എടുത്തതാണ് കേട്ടോ ഈ പിങ്ക് അല്ല റെഡാണ് കേട്ടോ, അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതല്ല ഞാൻ ഇടാൻ പോണേ, അത് മാറ്റി പോയിട്ട് ഞാൻ വേറെ എടുത്തു. അതെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഇഷ്യൂ കാരണം കൊണ്ട് ഞാനത് അവിടെ കൊണ്ടു കൊടുത്തു. പിന്നെ നമ്മളിത് പിറ്റേ ദിവസം ഷിവുവിന് ബണ്ണീസ് സെറിമണി ഉണ്ടായിരുന്നു, അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ അന്നു ഉണ്ടായിരുന്നു, ഷിവുവിൻ്റെ കൂടെ അംഗനവാടിയിൽ പഠിച്ചിരുന്ന അൻവിക്ക് ഉണ്ട്, അവൻ്റെ അമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ മീറ്റിംഗ് വേഗം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ അതേ അൻവിക്ക് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ഞങ്ങൾ വേഗം അവിടെ നിന്ന് വിട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.